ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. 𝙑𝙞𝙙𝙬 എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാനും അൺബോക്സ് ചെയ്യാനൊക്കെ പോകുന്നത് മോണോ എന്ന് പറയുന്ന ഒരു ലാവലിയർ മൈക്രോഫോണാണ്. ഇത് നമുക്ക് 500 രൂപയുടെ താഴെ കിട്ടുന്ന ബെസ്റ്റ് മൈക്രോഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോണോ നിങ്ങൾക്ക് അറിയായിരിക്കും, ഫേമസ് ഒരു മൈക്രോഫോൺ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്, ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ എന്നാലും നല്ലൊരു ക്വാളിറ്റി ബ്രാൻഡ് വരുന്നത്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്, 2 മീറ്ററിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു ലെങ്ത്ത് വരുന്നൊരു മൈക്രോഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. ചീപ്പ് കുറേ സംഭവം അവൈലബിൾ ആണ്, പക്ഷേ അതിന് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക നല്ലതെന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്യില്ല. ഞാൻ കുറേ ആദ്യം ഇതുപോലെ ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യില്ല. ഒരു മാക്സിമം 2 മന്ത് 3 മന്തൊക്കെ സംഭവം നിൽക്കുള്ളൂ. 3 മന്ത്സ് 2 മന്ത്സ് ഒക്കെ നിൽക്കുള്ളൂ സംഭവം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കൂടെ കാണാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് JBLൻ്റെ മൈക്കാണ്. അതിപ്പോൾ ഒരു 1 ഇയർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സംഭവമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടി റേറ്റ് കൂട്ടിയെടുക്കുക. അത് 1000 രൂപയുടെ താഴെ വരുന്നുള്ളൂ. 999 ആണ് ഈ മോഡൽ വരുന്നത്. അതിൻ്റെ വേറെ മോഡലിൽ നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമുക്കിപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോ എടുക്കുക, നമുക്കത് കാണാം. അതിൻ്റെ ഇയർഫോൺ പ്ലസ് മൈക്ക് വരുന്നൊരു ടൈപ്പാണ്. അതിനൊരു വേണമെങ്കിൽ 800 ആണ് വരുന്നത്. ഇത് നല്ല അത്യാവശ്യം 6 മീറ്റർ ലെങ്ത് വരുന്ന ഒരു മൈക്കാണ് കേട്ടോ. നമ്മുടെ ഇതിന് വരുന്നത് 999 ആണ് വരുന്നത്. ഇതിപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. എന്തായാലും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ടായിരിക്കും, ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള നോക്കി വാങ്ങിക്കാം. 500 താഴെയാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം JBLൻ്റെ നിങ്ങൾക്ക് അറിയാം ക്വാളിറ്റി വൈസ് സംഭവമൊക്കെ. അപ്പോൾ JBL നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് സംഭവമൊക്കെ അറിയാം. അപ്പോൾ ഇത് ഞാൻ നല്ല റിവ്യൂസാണ്, പക്ഷേ എപ്പോഴും ഒരു കുഴപ്പമില്ല. ഞാൻ ശരിക്കും ആക്ച്വലി ഈ വയറൊക്കെ ശരിക്കും പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു റിവ്യൂസായിരുന്നു സത്യം പറഞ്ഞ്. കൽപ്പിച്ച് പിടിച്ചതല്ല, എന്നാലും ഒരു പൗച്ചും സംഭവമൊക്കെ ഓൾറെഡി ബോക്സ് ഉണ്ടായിരിക്കില്ല, ഇതിലുണ്ടാവും പൗച്ച്, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു 1000 രൂപയുടെ റേഞ്ച് ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JBL നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ മോണോ നോക്കാം. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിംഗ് പോകാം. അപ്പോൾ നമ്മുടെ ലാവലിയർ മൈക്രോഫോണിൻ്റെ ബോക്സാണ്, ചെറിയൊരു ബോക്സാണ് കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ 2 മീറ്ററിൻ്റെ ലെങ്ത്തുള്ള ഒരു സംഭവമാണ്. മോനോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, പടം കൊടുത്തിട്ടുണ്ട്, ലാവലിയർ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സുകളും സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞങ്ങൾ സൂം ചെയ്ത് നോക്കാം, അപ്പോൾ കാണാൻ പറ്റുന്ന തോന്നുന്നു. ട്രാൻസ്ഡ്യൂസർ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്, പോളാർ പാറ്റേൺ, ഒമ്നി ഡയറക്ഷണൽ, അതുപോലെ ഫ്രീക്വൻസി റേഞ്ച് 50 ഹെർട്സ് ആണ്. അതുപോലെ സിഗ്നൽ നോയ്സ് 75 ഡെസിബൽ ആണ്. അതുപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണക്ഷൻ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 പോൾ ഗോൾഡൻ പ്ലഗ് ആണ് വരുന്നത്. അതുപോലെ ക്ലിപ്പ് ഓൺ മൈക്രോഫോൺ ഫോർ സ്മാർട്ട് ഫോൺ, PC എക്സെട്ര, ഒമ്നി ഡയറക്ഷണൽ കണ്ടൻസർ, പോളാർ പാറ്റേൺ ആണ്. ലോ ഹാൻഡ്ലിംഗ് നോയ്സ് ആണ് വരുന്നത്. ലൈറ്റ് വെയ്റ്റും കോമ്പാക്റ്റും വരുന്നുണ്ട്. മുകളിലായിട്ട് മോണോയുടെ ബ്രാൻഡിങ് കാണുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ചെറുതായിട്ട് ബോക്സിന് കുറച്ച് എന്താ പറയുക ഡിഫക്ട്സ് വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഷിപ്പിങ്ങിൽ പറ്റിയതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്ക് സൈഡിൽ നെയിം ഓഫ് ദ കമ്മ്യൂണിറ്റി മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. മോണോ AU-400 എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. MRP വരുന്നത് 699 ആണ്. പക്ഷേ ഒരു 480 റേഞ്ചിലാണ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാനുഫാക്ചർഡ് ബൈ മോണോ ടെക്നോളജി ആണ്, ഇമ്പോർട്ടഡ് ബൈ അപ്പേരിയോ റീറ്റെയിലറാണ്. അപ്പോൾ ആമസോണിൻ്റെ ഒരു മെയിൻ ഒരു സെല്ലറാണ് ഇത് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. കസ്റ്റമർ കെയർ നമ്പർ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മെയ്ഡ് ഇൻ ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ അതിൻ്റെ അൺബോക്സിങ് നൈഫ് എടുത്തിട്ടുണ്ട്. അയ്യോ, എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. എന്തായാലും ഇതിൽ പോച്ച് കിട്ടുന്നുണ്ട്, അതൊരു ബെസ്റ്റ് സംഭവമാണ്. ഈ റേഞ്ചിൽ പോച്ചും സംഭവങ്ങളൊക്കെ കിട്ടുന്നു പറഞ്ഞാൽ അത് നല്ല ക്വാളിറ്റി പോച്ച്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് JBLൻ്റെ ആണ്, അതിൽ നമുക്ക് പോച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതിന് ഡബിൾ റേറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം. എന്നിട്ട് പക്ഷേ ഇതിൽ ഈ 500 താഴേക്ക് സംഭവം ഒരു പോച്ചും സംഭവങ്ങളൊക്കെ വരുന്നത് നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ. പിന്നെ 2 കാർഡ് കിട്ടുന്നുണ്ട്. ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ഫോർ ഷോപ്പിംഗ്, നീഡ് മോർ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ ഒരു മോണോൻ്റെ സ്പെസിഫിക്കേഷൻ കാർഡാണ്. ഡെസിബൽ റേറ്റും ഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൗ ടു യൂസ് മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് എന്തായാലും നേരെ മൈക്രോഫോണിലേക്ക് പോകാം. പോച്ച് സൂപ്പർ പോച്ചോട്ടെ, നല്ല ക്വാളിറ്റി സംഭവം. JBLനായിട്ടും ക്വാളിറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇതിൽ നമുക്കൊരു ക്ലിപ്പ് വരുന്നുണ്ട്, പിന്നെ 2 ക്ലിപ്പ് വരുന്നുണ്ട് എക്സ്ട്രാ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും ഒരു ലെങ്തി മൈക്കാണ് നമുക്കിവിടെ വരുന്നത് കേട്ടോ. എന്തായാലും നമുക്കിതൊന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണം, രണ്ട് പറയാൻ പറ്റില്ലല്ലോ. എത്ര ലെങ്ത്താണ് വരുന്നത്. ഒരു നോർമൽ നമുക്കിപ്പോൾ ഫോൺ പിടിച്ചിട്ട് വർത്താനം പറയുകയാണെങ്കിൽ സൂപ്പറാണ്. നമ്മൾ അതുപോലെ മീറ്റിങ്ങിന് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് നല്ലത്. അതുപോലെ ടീച്ചിങ്, അത് ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെങ്ത്താണ് നല്ലത്. വെച്ചാൽ മറ്റെടുത്താൽ ഭയങ്കര ഒരു ലെങ്ത്ത് കൂടുതലായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അത് നമ്മുടെ ഈ 6 മീറ്ററിൻ്റെ വലിയ ടൈപ്പൊക്കെ വരില്ല. നമുക്കിപ്പോൾ ഒരു അഡാപ്റ്റർ ടൈപ്പ് ഇവിടെ കാണാം. നമുക്കൊരു ആംപ്ലിഫയർ പോലത്തെ സംഭവമായിട്ടൊരു ഒരു മോഡലുണ്ട് ഇവരുടെ. അതൊന്നും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വരും. എന്ന് വെച്ചാൽ വലിയൊരു ആകെ കെട്ടുകൂടി കിടക്കും. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആവശ്യം വരില്ല മാക്സിമം ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെറിയ ടൈപ്പ് ഞാൻ വാങ്ങിക്കാറില്ല. ഉള്ളത് JBLൻ്റെ അങ്ങനത്തെ വലുതാണ്. പിന്നെ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കുത്തി നോക്കാം. എന്താ വെച്ചാൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അറിയണ്ടേ.
അപ്പോൾ നമുക്കത് നമ്മുടെ മൈക്ക് കുത്തി വെക്കാം. അപ്പോൾ ഞാൻ മൈക്ക് ഇല്ലാണ്ടാണ് സംസാരിക്കേണ്ടത്. ഞാൻ JBL നമ്മുടെ മൈക്കിൻ്റെ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മോനോയുടെ മൈക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഫറൻസ് അറിയേണ്ടതായിരിക്കും. നല്ലൊരു നോയ്സൊക്കെ വരുന്നുണ്ടായിരിക്കും, അതുപോലെ ഭയങ്കര ഡിസ്റ്റർബൻസും നമ്മളൊക്കെ വരുന്നുണ്ടായിരിക്കും. നമുക്കിത് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മോനോയുടെ മൈക്കിൻ്റെ കൂടെയുള്ള ഒരു എന്താ പറയുക വോയിസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നൊരു നല്ലൊരു മൈക്ക് തന്നെയാണ് മോനോയുടെ. ഒരു 500ൻ്റെ താഴെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ വിത്ത് വാറണ്ടി സംഭവങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുപോലെ ബ്രാൻഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ലാസ്റ്റിങ് നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചീപ്പ് വേണ്ടും ഭയങ്കര ഭേദമാണ്. ഞാൻ എന്താ വെച്ചാൽ ഞാനത് പറയുന്നത് വെച്ചാൽ 2-3 വട്ടം ഞാൻ ഫസ്റ്റ് ഇത് ലോക്കൽ സാധനം 150 രൂപയൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് അതൊക്കെ കേടായി, 2 മാസം കൊണ്ട് കേടായിട്ട് അങ്ങനെ കുറേ വെറുതെ പൈസ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പറയാൻ കാരണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നല്ലൊരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അത്ര റേറ്റ് ഡിഫറൻസ് ഒന്നും പറയാനുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ JBLൻ്റെ നോക്കാം, അല്ലെങ്കിൽ 500 താഴെ വേണമെങ്കിൽ ഈ ബ്രാൻഡ് നോക്കാം കേട്ടോ. മോനോൻ്റെ A400 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അപ്പോൾ എന്തായാലും ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും, താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയി വാങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ കുറേ പേര് കണ്ടുപോകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓണാക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ബൈ ഫ്രണ്ട്സ്.